കാസ്റ്റിംഗ് കൗച്ചിന് ഒക്കെ പറഞ്ഞിരുന്നേൽ ഞാൻ ഇന്ന് നയൻതാരയെക്കാളും വലിയ നടിയായേനെ. നിമിഷ ബിജു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. സിനിമാ സീരിയൽ രംഗത്തും മറ്റും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച്. നിരവധി താരങ്ങൾ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ശ്രദ്ധേയായ നിമിഷ ബിജു തനിക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് തനിക്കു നേരെ വന്ന കാസ്റ്റിംഗ് കൗച്ചിന് താൻ സമ്മതം മൂളിയിരുന്നെങ്കിൽ താൻ ഇന്ന് നയൻതാരയേക്കാൾ വലിയ താരമായി മാറിയേനെ എന്നാണ് നിമിഷ ബിജു പറയുന്നത്. വലിയ സിനിമകളുടെ ഭാഗമാകാൻ അവസരം ലഭിച്ചപ്പോഴാണ് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായതെന്നും നിമിഷ പറയുന്നുണ്ട്. എനിക്ക് വിളി വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് നയൻതാരയെക്കാളും വലിയ നടിയായേനെ. ഞാൻ ചെയ്തതെല്ലാം ലോ ബജറ്റ് സിനിമകളായിരുന്നു. എല്ലാവരും സഹകരിച്ച് ഉള്ള പൈസ വെച്ച് ചെയ്യുന്ന കുഞ്ഞു സിനിമകളായിരുന്നു. വലിയ സിനിമകളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു. കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങിയിരുന്നുവെങ്കിൽ എന്റെ ലെവൽ വേറെ ആയേനെ. ബിഗ് ബോസിൽ കയറണം എന്നത് വലിയ ആഗ്രഹമാണ്. കിട്ടിയില്ലെങ്കിലും ഞാൻ അടിപൊളിയായി ജീവിക്കും. എന്റെ കൂടെ ഇപ്പോഴും ചേർന്നു നിൽക്കുന്നത് കുടുംബമാണ്. ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്. പക്ഷേ എന്റെ കൂടെ നിന്ന് റീച്ച് നേടിയ ശേഷം അവർക്കൊക്കെ ജാടയും അഹങ്കാരവും തലക്കനവുമാകും. ഞാൻ ഇപ്പോഴും സിമ്പിളാണ്. അവർ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല, നമ്മളെ അറിയില്ല. തള്ളിപ്പറയലല്ല, കോണ്ടാക്ട് ഉണ്ടാകാറില്ല. അന്നും ഇന്നും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഭർത്താവും അച്ഛനും അമ്മയും മക്കളുമാണ്. അവർ തള്ളിപ്പറയില്ല. എല്ലാത്തിനും പിന്തുണയുമായി അവർ കൂടെ തന്നെയുണ്ട്. എന്റെ നാട്ടുകാർ എന്നെ കുറ്റം പറയുന്നില്ല. ഞങ്ങളുടെ ക്യാരക്ടർ എന്തെന്നും ഞങ്ങൾ ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നും എന്നും അവർക്കറിയാം. നാട്ടിലുള്ളവരൊക്കെ നല്ല പിന്തുണയാണ്, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിമിഷ ബിജു പറഞ്ഞത്.